ഈ മഴക്കാലത്ത് വൈദ്യുതാഘാതമേറ്റുള്ള അപകടങ്ങൾ വർദ്ധിച്ചത് നമ്മൾ കണ്ടതാണ്. പൊട്ടിവീണ വൈദ്യുത കമ്പിയിൽ തട്ടി 6 മാസത്തിനിടെ സംസ്ഥാനത്ത് പൊലിഞ്ഞത് 11 പേരുടെ ജീവനാണ്. 9 വർഷത്തിനിടെ മരിച്ചത് 111 പേർ. 2018 മാത്രം 19 പേർ മരിച്ചു. നഷ്ടപരിഹാരം നൽകാൻ KSEB ചെലവാക്കിയത് 9 വർഷത്തിനിടെ 25 കോടി രൂപ. വിവരാവകാശ നിയമപ്രകാരം KSEB നൽകിയ മറുപടിയിലാണ് ഈ കണക്കുകൾ ഉള്ളത്. ഞെട്ടിക്കുന്ന കണക്കിൽ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചാൽ KSEB കമ്പനിയാക്കിയിട്ടുള്ള അതിൻ്റെ ഉദ്ഘാടനത്തിന് അന്നത്തെ ഇലക്ട്രിസിറ്റി വകുപ്പ് മന്ത്രി പറഞ്ഞത് ഇനി മെയിൻ്റനൻസ് കൃത്യമായി നടക്കുക മൂലം കമ്പനിയാക്കിയിട്ട് മെയിൻ്റനൻസൊക്കെ കൃത്യമായി നടക്കുക വഴി ഇത്തരത്തിലുള്ള അപകട മരണങ്ങൾ വളരെയേറെ കുറച്ചു കൊണ്ടുവരാൻ കഴിയുമെന്ന് 10 വർഷം മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തിൻ്റെ കണക്കിലെ 9 വർഷത്തിനുള്ളിൽ 111 പേര് മരിച്ചു എന്നുള്ളത് അതീവ ദാരുണമായിട്ടുള്ളൊരു സംഭവമാണ്. അശ്രദ്ധയുടെയും അനാസ്ഥയുടെയും പേരിലാണ് ഈ 111 പേരും മരിച്ചിരിക്കുന്നത് എന്നുള്ളത് കൂടി കൂട്ടി വായിക്കുമ്പോൾ KSEB കേരളത്തിലെ ജനങ്ങളുടെ ജീവന് എത്രത്തോളം സംരക്ഷണം നൽകുന്നു എന്നുള്ള വലിയൊരു ചോദ്യമാണ് ഈ വിവരത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ലേബി സജീന്ദ്രൻ ചേരുന്നു നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ലേബി സജീന്ദ്രൻ. KSEBയുടെ കെടുകാര്യസ്ഥത മൂലം പൊലിഞ്ഞ ജീവനുകൾക്ക് കൊടുത്ത പണത്തിന്റെ കണക്കാണ് ഈ പുറത്തു വരുന്നത്. ഈ ജീവൻ എടുക്കുന്ന തരത്തിലുള്ള അനാസ്ഥ അവർ തുടരുന്നതാണ് ഏറ്റവും ഒടുവിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലടക്കം നമ്മൾ കണ്ടത്. ഈ വിവരാവകാശ മറുപടിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് എന്താണ്? ഇതൊരു തുടരുന്ന അനാസ്ഥയാണെന്നല്ലേ? സുജയ, തീർച്ചയായും തുടരുന്ന അനാസ്ഥ തന്നെയാണല്ലോ. ഏറ്റവും ഒടുവിൽ നമ്മൾ വളരെ സങ്കടത്തോടുകൂടി കണ്ട കാഴ്ചയാണല്ലോ തേവലക്കര സ്കൂളിലെ 13-കാരനായ മിഥുന്റെ മരണം. ആ മരണത്തെ തുടർന്നാണ് ഇത് ഏറ്റവും പ്രസക്തമാകുന്നതും. കാരണം അതിനെ തുടർന്നും നമ്മൾ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ അനാസ്ഥയോടുകൂടി KSEBയുടെ വൈദ്യുതി കമ്പികൾ കടന്നു പോകുന്നത്, അതുപോലെ തന്നെ ട്രാൻസ്ഫോമറുകൾ വളരെ അശ്രദ്ധയോടുകൂടി ഒട്ടും അതൊരു കവറേജ് നൽകാത്ത രീതിയിൽ വച്ചിരിക്കുന്നതൊക്കെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഏതായാലും ഈ കണക്കുകളാണ് പ്രധാനം. ഈ കണക്കിൽ കഴിഞ്ഞ 6 മാസത്തിനിടെ മിഥുൻ ഉൾപ്പെടെ മരിച്ചിരിക്കുന്നത് 11 പേരാണ്. അതുമാത്രമല്ല ഏകദേശം 24 ലക്ഷത്തോളം രൂപ ഈ കഴിഞ്ഞ 6 മാസത്തിനിടെ മാത്രം ഇതിന്റെ നഷ്ടപരിഹാരം കൊടുക്കാനായി KSEB ചെലവഴിച്ചിരിക്കുന്നു. KSEB കഴിഞ്ഞ 10 വർഷത്തെ കണക്കാണ് പ്രോപ്പർ ചാനലിലെ MK ഹരിദാസ് ചോദിച്ചത്. അദ്ദേഹത്തിന് നൽകിയ മറുപടിയിൽ പറയുന്നത് 2016 കണക്കുകൾ KSEBക്ക് ലഭ്യമല്ല. 2017 മുതൽ ഈ കഴിഞ്ഞ ജൂലൈ വരെയുള്ള കണക്കുകൾ നോക്കുമ്പോൾ 111 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൽ തന്നെ ഈ 111 പേരുടെ ജീവൻ നഷ്ടപ്പെട്ടു. ഇതിന് നഷ്ടപരിഹാരത്തിനായി 25 കോടിയോളം രൂപ ചെലവഴിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞ 6 മാസത്തിനിടയിലുള്ള കണക്കാണ് 11 എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഏതായാലും സുജയെ ഓർക്കുക, ഈ നഷ്ടത്തിൽ കൂപ്പുകുത്തുന്നു എന്ന് ഇത്തരത്തിൽ പരിദേവനം പറയുമ്പോൾ ഈ അശ്രദ്ധ കൊണ്ട് ലാഘവ ബുദ്ധിയോടുകൂടി ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നത് കൊണ്ട് ഏറ്റവും ജാഗ്രത കുറവ് കാണിക്കുന്നത് കൊണ്ടാണ് ഈ ജീവനുകൾ ഇങ്ങനെ നിരന്തരം പൊലിഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. ഈ 2017 മുതൽ ഇങ്ങോട്ട് ഈ 111 ജീവൻ പോയി എന്ന് പറയുമ്പോൾ, അതായത് അശ്രദ്ധയോടുകൂടി വൈദ്യുതി കമ്പി പൊട്ടി വീണതിൽ പിടിച്ചുകൊണ്ട് അല്ലെങ്കിൽ അലക്ഷ്യമായി ഇത്തരത്തിൽ താഴ്ന്ന വൈദ്യുതി കമ്പികൾ പോകുന്നു. മിഥുന്റെ മരണം നമ്മൾ കണ്ടതാണല്ലോ. അത്രത്തോളം ജാഗ്രത കാണിക്കേണ്ട ഒരു വിഷയത്തിലാണ് ഈ അലംഭാവം KSEB കാണിക്കുന്നത്. പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ വീണ 111 പേർ ഈ 9 വർഷം കൊണ്ട് മരിച്ചു എന്ന് പറയുമ്പോൾ അതിന്റെ ഉത്തരം KSEB പറയേണ്ടതാണ്. നഷ്ടപരിഹാരത്തിനായി 26 കോടി രൂപ ചെലവാക്കി. നഷ്ടപരിഹാരമായി എത്ര തുക നൽകിയിട്ട് എന്ത് കാര്യം ലേബി? നമ്മളിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടതിന് ശേഷം നമ്മുടെ ബന്ധുക്കൾക്ക് തുക കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് പകരമാകില്ലല്ലോ അത്. അപ്പോൾ അനാസ്ഥകൾ അത് പരിഹരിക്കുക എന്നതാണ് ചെയ്യേണ്ടത്.